ടീം ആർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണൽ മീൻസ് കമ്പാരിറ്റീവ് സ്കോളർഷിപ്പ് എക്സാമിനേഷനകത്ത് മാറ്റ് പേപ്പറിനകത്ത് ഒരു പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, when the following figure is folded to form a cube, then which symbol will appear on the opposite side to the surface bearing plus sign? അതായത് ഈ പറയപ്പെടുന്ന പ്ലസ് സൈൻ ബിയർ ചെയ്യുന്ന സൈൻ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ മടക്കി ഒരു ക്യൂബാക്കി മാറ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ഷേപ്പിൽ വരുന്ന ക്യൂബിനെ മടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ അറിയണം. സോ ഇവിടെ നമുക്ക് 4 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ഈ 4 എണ്ണത്തിനെ അങ്ങ് ഫോൾഡ് ചെയ്യും. ഈ 4 എണ്ണത്തിനെ ഇങ്ങനെ, ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. അപ്പൊ ഈ 4 എണ്ണത്തിന് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നോർമൽ ആയിട്ടൊരു ഫിഗർ വരച്ചാൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ഇതെടുത്തു 1 2 3 4 എന്ന് വരച്ചാൽ നമ്മൾ ഇതിനെ ക്യൂബായിട്ട് മാറ്റുവാണെങ്കിൽ, നമ്മളൊരു ക്യൂബായിട്ട് മാറ്റുവാണെങ്കിൽ ഇതൊരു ക്യൂബിന്റെ 4 കണ്ടിന്യൂസ് വശങ്ങളായിട്ട് വരും. ഒരു ക്യൂബിന്റെ 4 കണ്ടിന്യൂസ് വശങ്ങളായിട്ട് വരും. സോ അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും, ഇവിടെ ഇപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ 2 വരും, ഇവിടെ 3 വരും, ബാക്കിൽ 4 വരും. സോ 1 2 3 4 എന്ന് വരും. ദെൻ ഇനി ഇവിടെ വരുന്നത് ഏതാണോ, ഇവിടെ ഇപ്പൊ വരുന്ന 5 ആണെങ്കിൽ ഈ 5 എന്ന് പറയുന്നത് നേരെ മുകളിൽ വരും. 5 എന്ന് പറയുന്ന മുകളിൽ വരും. സോ ഇവിടെ ഒരു താഴെ ഒരു സാധനം 6 ഉണ്ടെങ്കിൽ 6 താഴെ വരും. സോ നിങ്ങൾ ഇങ്ങനെ പേപ്പറിൽ ഉണ്ടാക്കിയിട്ട് മടക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും. സോ ഇങ്ങനെ 4 സ്ട്രെച്ച് ഉണ്ടെങ്കിൽ മടക്കുമ്പോൾ 4 ഒരു കണ്ടിന്യൂസ് സീക്വൻസ്. അപ്പം അത് ആ ക്യൂബിന്റെ 4 സൈഡ് ഉണ്ടാക്കും. മുകളിലത്തെ ടോപ്പ് ഓഫ് ദ ക്യൂബ് ആവും, 6 താഴത്തെ ഫിൽ ചെയ്യും. ഇങ്ങനെയാണ് വരിക. സോ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുകളിൽ വരും, ഇത് താഴെ വരും, ഈ 4 കണ്ടിന്യൂസ് ആയിട്ട് വരും. നമുക്ക് വേണ്ടത് ഏതാണ്, പ്ലസ് സൈൻ ഓപ്പോസിറ്റ്. പ്ലസ് സൈൻ താഴെയാണെങ്കിൽ ഈ സൈൻ ഓപ്പോസിറ്റ് വരും, മുകളിൽ വരും. പ്ലസിന് ഓപ്പോസിറ്റ് വരുന്ന ഏതായിരിക്കും, ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് വിൽ അപ്പിയർ അറ്റ് ദ സെക്കൻഡ് പ്ലേസ് ഇൻ ദ ഇംഗ്ലീഷ് ഡിക്ഷണറി? തന്നിരിക്കുന്ന വാക്കുകളിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അടുത്തായിട്ട് വരുന്ന പദഭേദം. അപ്പൊ നമ്മൾ നോക്കിയാൽ ട്രാൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും കോമൺ ആണ്. ട്രാൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും കോമൺ ആണ്. അത് കഴിഞ്ഞ് വരുന്ന ലെറ്റർ നോക്കാം. ഇവിടെ ഐ, ഇവിടെ പി, ഇവിടെ പി, ഇവിടെ എം. സോ എന്ത് സംഭവിക്കും, ആദ്യം വരുന്ന ലെറ്റർ ഏതാണ്, ഐ ആണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വേർഡ്. ഐ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെറ്റർ എം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വേർഡ്. അപ്പൊ രണ്ടാമത്തെ വാക്കായിട്ട് ഏത് വരും, ട്രാൻസ്മിറ്റ് വരും. ട്രാൻസ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, സോറി ഒന്നാമത്തെ വേർഡ് ആണ്. അതെന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ 2 ആണ്. അടുത്ത ചോദ്യം, in these following sequence a number series is given, one term is missing, choose the correct alternate term from the given ones and that will complete the series. 4 9 19 ഡാഷ് 79, 4 9 19 ഡാഷ് 79. അങ്ങനെയാണെങ്കിൽ 4നോട് കൂടി 5 കൂട്ടിയാൽ 9 കിട്ടും. 9നോട് കൂടി 10 കൂട്ടിയാൽ 19 കിട്ടും. 19നോട് കൂടി എന്ത് കൂട്ടി കിട്ടും, ഇവിടെ ഒരു 29. 5 10, 5ന്റെ ഇരട്ടി 10. അപ്പൊ ഇവിടെ ഒരു 5 10, ഇവിടെ 20 കൊടുത്താലോ, 19 പ്ലസ് 20 39, 39 പ്ലസ് 40 79. നോക്കിയാൽ സീക്വൻസ് കറക്റ്റ്. 5 10 5 2 20, 20 2 40. അപ്പൊ ഏത് ആൻസർ വരുന്നത്, 39, ഓപ്ഷൻ 1. അടുത്തത് 6 12 ഡാഷ് 30 42. വ്യത്യാസം നോക്കി, 6 6 12, 30 12 42. 6 6 12. സോ ഇവിടെ 6 ആണ് വരേണ്ടത്. 6 6 12, 30 പ്ലസ് 12 42, 6 12. സോ 6ന്റെ മൾട്ടിപ്പിൾ അല്ല, കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെയായിരുന്നു 12 വരേണ്ടത്. 6 കഴിഞ്ഞാൽ അടുത്ത് വരാവുന്ന ഏതാണ്, 8 ആണ്. സോ 12 പ്ലസ് 8 20, 20 പ്ലസ് 10 30. കറക്റ്റ് ആയില്ലേ, 6 8 10 12. സോ 20 വന്നു. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറൻസ് കാണുക, സീക്വൻഷ്യൽ ആയിട്ട് അല്ലെ ലോജിക്കൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, ഓക്കെ. അപ്പൊ ഇത് നോർത്ത് ഈസ്റ്റ് സൗത്തും വെസ്റ്റും അറിയണം. സോ നോർത്ത് ഇത് സൗത്ത്, ലെഫ്റ്റ് ഈസ്റ്റ്, റൈറ്റ് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. എ പേഴ്സൺ ഗോസ് 7 കിലോമീറ്റർ ടുവേർഡ്സ് എ നോർത്ത്. നോർത്തിലേക്ക് 7 കിലോമീറ്റർ പോകുന്നു. ദെൻ ഹി ഗോസ് 5 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്, ഇങ്ങോട്ടേക്ക് ഈസ്റ്റിലേക്ക് 5 കിലോമീറ്റർ പോകുന്നു. ദെൻ 4 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്, സൗത്തിലേക്ക് 4 കിലോമീറ്റർ പോകുന്നു. ദെൻ ആഫ്റ്റർ ദിസ് ഹി ഗോസ് 9 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്, വെസ്റ്റിലേക്ക് 9 കിലോമീറ്റർ പോകുന്നു. സോ ഇവിടുന്ന് 9 കിലോമീറ്റർ വെസ്റ്റിലേക്ക്. അപ്പൊ ഇത് മൊത്തം 9 ആണ്. ഇത് 5 ഉള്ളത് കൊണ്ട് ഇതെന്ത് സംഭവിക്കും, ഇത് 4 വരും. സോ ഇത് മൊത്തം 7 ആണ്. അപ്പൊ ഇത് 4 ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് വരും, ഇവിടെ 3 വരും.
സോ ഹൗ ഫാർ ഹി ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പൊ നിൽക്കുന്ന പോയിന്റുമായിട്ടുള്ള ദൂരം എന്ത്. സോ നമ്മൾ നോക്കിയത് ഇപ്പോൾ ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ ഇത് 3, ഇത് 4. ഇത് 3ഉം ഇത് 4ആണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് സോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 പ്ലസ് 9 25 റൂട്ട് 25 5 എന്ന് വരും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കിട്ടുക. ഓക്കെ, ഇത് 3, ഇത് 4, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരും. സോ ഇത് ഹൈപ്പോട്ടനസ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ദൂരം നീളം 5 എന്ന് പറയുന്നത് വരും. There are 6 logical diagrams given. Select the one which illustrate the relationship among 3 classes in which of the following question. സോ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ 3 സർക്കിളും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 3 ഗ്രൂപ്പും തമ്മിൽ ഓവർലാപ്പ് ആണ്. എങ്കിൽ പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് പാർട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ 3ഉം തമ്മിൽ ഒരു ഓവർലാപ്പും ഇല്ല. അപ്പൊ 3ഉം എന്താണ്? ഒരു ബന്ധവും ഇല്ലാത്ത 3 ആളുകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് 3ഉം തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഉദാഹരണം നമ്മളിപ്പോ എടുക്കുവാണെങ്കിൽ, ഇപ്പം ഓക്കെ, നമ്മളിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ പറയാനായിട്ട് പറ്റുന്നത്? നട്ട്സ്, ആനിമൽ, പ്ലാന്റ്സ്. പ്ലാന്റ്സ് പിന്നെയും ഓവർലാപ്പ് വരും. അല്ലെങ്കിൽ ഹ്യൂമനും ആനിമലും തമ്മിൽ ഡയറക്റ്റ് ഒരിക്കലും ഓവർലാപ്പ് വരില്ല. അല്ലെങ്കിൽ ഹ്യൂമനും നട്ട്സും തമ്മിൽ ഓവർലാപ്പ് വരില്ല. സോ അത് 3 ഇൻഡിപെൻഡന്റ് ക്ലാസ്. ബേസിക്കലി ഹ്യൂമൻ ഈസ് ആൻ ആനിമൽ എന്ന് അസ്യൂം ചെയ്തല്ല, ഹ്യൂമനും ആനിമലും രണ്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, നമ്മളൊരു വൈൽഡ് ആനിമൽ എന്ന സെൻസിലാണ് അവിടെ ആലോചിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഡയഗ്രാം എന്താണ്? ഒരെണ്ണത്തിനകത്ത് അടുത്ത് വരുന്നു, അടുത്ത വരുന്നു. ഈക്കകത്തെന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എക്സാമ്പിളിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഒന്നാമത് തന്നിരിക്കുന്നത് ടീച്ചർ, സ്കൂൾ, സ്റ്റുഡന്റ്. തന്നിരിക്കുന്നത് എന്താണ്? ടീച്ചർ, സ്കൂള്, സ്റ്റുഡന്റ്. സോ ബേസിക്കലി സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിലാണ് ടീച്ചറും സ്റ്റുഡന്റും വരുന്നത്. പക്ഷെ ടീച്ചേഴ്സ് ആരും സ്റ്റുഡന്റ് അല്ല, സ്റ്റുഡന്റ് ആരും ടീച്ചേഴ്സും അല്ല. അപ്പൊ ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ടീച്ചറും സ്റ്റുഡന്റും എവിടെയാണ് കാണുന്നത്? സ്കൂളിലാണ് കാണപ്പെടുന്നത്. സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ സർക്കിൾ എടുത്താൽ അതിനകത്ത് ടീച്ചറുണ്ട്, അതിനകത്ത് സ്റ്റുഡന്റും ഉണ്ട്. ബട്ട് ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ ഒരിക്കലും ഓവർലാപ്പ് സംഭവിക്കത്തില്ല. അപ്പൊ ഇവിടെ അങ്ങനെ വരുന്ന ഒരു ഫിഗർ ഏതാ ഉള്ളത്? ഇ. അപ്പം ഒന്നാമത്തെ ആൻസർ എന്താ? 2 ഇ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത എന്താ? ഓക്സിജൻ, എയർ, ഐസ്. വി ഹാവ് ഓക്സിജൻ, എയർ, ഐസ്. ബേസിക്കലി എയറിന്റെ ഭാഗമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ബട്ട് ഐസും എയറും തമ്മിൽ എന്താണ്? യാതൊരു ബന്ധവും ഇല്ല. സോ എയർ എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഗ്രൂപ്പിൽ ഓക്സിജൻ അതിനുള്ളിൽ വരും. കാരണം എന്താണ്? എല്ലാ ഓക്സിജനും ലൈക്ക് ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു എയർ ആയിട്ട് നമുക്ക്, ഓക്സിജൻ എന്ന് പറയുന്നത് നോർമൽ സ്റ്റേറ്റിൽ ഓക്സിജൻ എന്തായിട്ടാണ്? ഗേഷ്യസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഓക്സിജൻ എന്ന് പറയുന്നത് എയറിനുള്ളിലായിട്ട് വരും നമുക്ക് എടുക്കാം. ദെൻ പിന്നീട് എന്താണുള്ളത്? ഐസ്. ഐസും എയറും ഓക്സിജനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഐസ് വെളിയിൽ വരും, മറ്റൊരു സർക്കിൾ. സോ ഒരു ഓവർലാപ്പിംഗ് വേറെ പാടില്ല. അപ്പൊ എന്ത് വരും? ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത് വരും, ഡി വരും. ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്തത് ബൊക്കെ, ഫ്ലവർ, പെറ്റൽസ്. അടുത്ത എന്താണ്? ബൊക്കെ, നമുക്ക് വന്നിരിക്കുന്നത് ബൊക്കെ, ഫ്ലവർ, പെറ്റൽസ്. ബേസിക്കലി ബൊക്കയിൽ എന്തുണ്ട്? ഫ്ലവർ ഉണ്ട്. ഫ്ലവറിൽ എന്തുണ്ട്? പെറ്റൽ ഉണ്ട്. അപ്പം നമുക്കൊരു ബൊക്കയുണ്ട്, ബൊക്കയിൽ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ട്, ഫ്ലവറിനകത്ത് ഇഷ്ടംപോലെ പെറ്റൽസ് ഉണ്ട് ഇൻസൈഡ്. സോ ദിസ് ഈസ് പെറ്റൽസ്, ദിസ് ഈസ് ഫ്ലവർ, ദിസ് ഈസ് ബൊക്കെ. സോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ? അടുത്ത ട്രക്ക്, ഷിപ്പ്, സ്റ്റഫ്. എന്താണ്? ട്രക്ക്, ഷിപ്പ്, സ്റ്റഫ്. സ്റ്റഫ് ട്രക്കിൽ കയറ്റാം, എന്താ പറയുക, സ്റ്റഫും ഷിപ്പിൽ കയറ്റാം. സ്റ്റഫും ഷിപ്പിൽ കയറ്റാം. സോ കറക്റ്റ് അല്ലേ? ബട്ട് ട്രക്കും ഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്റ്റഫ്സ് കൊണ്ടു നടക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഷിപ്പ് ഉപയോഗിക്കുന്നത്, ട്രക്ക് ഉപയോഗിക്കുന്നത്. സോ വി ഹാവ് ട്രക്ക്. നമുക്ക് ട്രക്ക് ഉണ്ട്, നമുക്ക് ഷിപ്പും ഉണ്ട്. സോ ദിസ് ഇസ് ട്രക്ക്, ഇത് ഷിപ്പ്. ട്രക്കിലും ഷിപ്പിലും എന്ത് കയറ്റുന്നു? സ്റ്റഫ് കയറ്റുന്നു. സോ ഇവ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ഉണ്ട്. വേറെ മോഡിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാലോ? ട്രാൻസ്പോർട്ട് ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് ട്രക്കിൽ കയറ്റുന്ന സ്റ്റഫ്, ഇത് ഷിപ്പിൽ കയറ്റുന്ന സ്റ്റഫ്. ഇതല്ലാതെ സ്റ്റഫ് ഇൻഡിപെൻഡന്റ് വേറെ ഏതെങ്കിലും മോഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു ഫിഗർ എവിടെയാണ് വരുന്നത് നോക്കി? ആ ഫിഗർ വരുന്നത് ഓപ്ഷൻ എഫിൽ. സോ ആൻസർ എന്തായിട്ട് വരും? ഓപ്ഷൻ 1 എഫ് ആയിട്ട് വരും. ക്ലിയർ?
മാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.